മാറ്റം വരുത്തുകയാണ്. എന്താണ് താൻ തോന്നലായി ജീവിക്കുക എന്നുള്ളത്? മുഴുവനായും അവർക്ക് സംസ്കാരം വേണം. കണ്ടിലെ ഇംഗ്ലണ്ടിൽ നടന്ന ഏറ്റവും മോശമായ പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ജാരസന്തതികൾ ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇംഗ്ലണ്ട് രാജ്യങ്ങളിലാണ്. ജാരസന്തതികൾ കാരണമായി അവിടുത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ വൃദ്ധാശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇന്ന് യൂറോപ്യൻ കൺട്രികളിലാണ്. വെറും ഒരു ഇംഗ്ലണ്ടിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം 6500 ചില്ലാനും വൃദ്ധാശ്രമങ്ങൾ ഇന്ന് ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ട് എന്തിന്റെ പേരിലാണ്? അവിടെ ജാരസന്തതികൾ അധികരിച്ചു പോയി. മനുഷ്യൻ തന്റെ സ്വൈച്ഛ പ്രകാരം പരസ്പരം പ്രണയിച്ചുകൊണ്ട് തന്റെ പ്രായപൂർത്തിക്കെത്തുന്നതിന് മുമ്പ് അന്യ പെണ്ണിന്റെ കൂടെ നടന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന മക്കള് അവർ ജാരസന്തതികളായി മാറുന്നു. വയസ്സായി വരുമ്പോൾ തന്റെ മാതൃബന്ധവും കുടുംബബന്ധവും പിതൃബന്ധവും നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ വളർത്തിയെടുക്കാൻ സാധ്യമില്ലാതെ അവസാനം റോഡരികിൽ നായ്ക്കൾ ചത്തുവീഴുന്നത് പോലെ അവിടുത്തെ മാതാപിതാക്കൾ ചത്തുവീഴാൻ തുടങ്ങി. ഇംഗ്ലണ്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു, അവിടെ വെച്ചുകൊണ്ട് ഒരു വൃദ്ധാശ്രമം സ്ഥാപിക്കണം. എന്നിട്ട് ആദ്യം 1-2 വൃദ്ധാശ്രമം സ്ഥാപിച്ച സമയത്ത് അതിൽ വൃദ്ധന്മാരായ ജനങ്ങൾ അതിൽ കൂടുതലായി അവസാനം 6500 ചില്ലാനും വൃദ്ധാശ്രമങ്ങൾ ഇന്ന് ഇംഗ്ലണ്ടിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സംസ്കാരം